ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ PSC ഇംഗ്ലീഷിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. PSCയുടെ വീഡിയോസ് തുടർച്ചയായിട്ടുണ്ടാവും, അതിനോടൊപ്പം ഇതുകൂടെ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കാനോ ഇംഗ്ലീഷിൽ സംസാരിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യും. അങ്ങനെയൊരു ആവശ്യം ഇവിടെ കമൻസിൽ എഴുതി കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉദ്യമം നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് സെൻറ്റൻസുകൾ മാത്രമാണ് പരിചയപ്പെടുന്നത്. ഒരു സെൻറ്റൻസ് അത് തന്നെ പല രൂപങ്ങളിൽ വരുന്നത്. ചോദ്യരൂപ, സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ്, ഇൻറ്ററോഗേറ്റീവ്, അങ്ങനെ രൂപത്തിലേക്ക് വരുന്ന 1-2 സെൻറ്റൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ വിൽ എന്ന വാക്കാണ്. WILL, വിൽ എന്ന വാക്ക് ചേർത്തിട്ടുള്ള ചില സെൻറ്റൻസുകൾ മാത്രമാണ് ഇപ്പോൾ ആദ്യ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിൽ എന്ന വാക്ക് സബ്ജക്റ്റിന് ശേഷമാണ് വരുന്നതെങ്കിൽ എന്നർത്ഥം വരും. WILL, വിൽ എന്ന വാക്ക് നമ്മൾ സബ്ജക്റ്റിന് ശേഷം ഹീ വിൽ, ഷീ വിൽ, ദേ വിൽ, മഞ്ജു വിൽ, സിന്ധു വിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ, സബ്ജക്റ്റിന് ശേഷമാണ് ചേർക്കുന്നതെങ്കിൽ എന്ന നമ്മൾ മലയാളത്തിൽ ശബ്ദം വരും അവസാനം, സെൻറ്റൻസിൻ്റെ അവസാനം. മറിച്ച് വിൽ എന്ന വാക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ എന്ന സൗണ്ടാണ് വരിക. അയാൾ വരുവോ, ക്ലാസ് ഉണ്ടോ, ലോക്ക്ഡൗൺ ആണോ, ആ കുട്ടി ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ എന്നുള്ള ശബ്ദമായിരിക്കും വരിക. ഇത് വില്ലിന് മാത്രമല്ല, ഷാലിനും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലുണ്ടാവണം. അങ്ങനെ വെച്ചുകൊണ്ട് ചില സെൻറ്റൻസുകൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എക്സാമ്പിൾ, ദേ വിൽ കം ടുഡേ, ദേ വിൽ കം ടുഡേ. അപ്പോൾ സബ്ജക്റ്റിന് ശേഷമാണ് വില്ലവിടെ വന്നിരിക്കുക. ദേ വിൽ കം ടുഡേ, മലയാളം അറിയാലോ, അവർ ഇന്ന് വരും. ദേ വിൽ കം ടുഡേ. ഏത് സെൻറ്റൻസ് ആണെന്ന് ചോദിച്ചാൽ, ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചാൽ ഫ്യൂച്ചറാണ്. അത് സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ സിമ്പിൾ എന്ന് പറയാം. ദേ വിൽ കം ടുഡേ, മലയാളം എന്തുവാ? ഇത് പറഞ്ഞു പഠിക്കണം. ഇത് കേൾക്കുക മാത്രമല്ല, പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ അത് മനസ്സിലെപ്പോഴും ഉണ്ടാകും. ടെൻസ് പഠിക്കാൻ കൂടെ ഇത് വളരെ സഹായകമാണ്. നമ്മളറിയാതെ തന്നെ ടെൻസ് പഠിച്ചു പോകും എന്നൊരു പ്രത്യേകത കൂടി ഈ സെൻറ്റൻസിന് അല്ലെങ്കിൽ ഈ ക്ലാസ്സിനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദേ വിൽ കം ടുഡേ മീനിങ് എന്തുവാ? അവർ ഇന്ന് വരും. ദേ വിൽ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ദേ വിൽ കം ടുഡേ, അവർ ഇന്ന് വരും. ഇനി ദേയും വില്ലും തിരിച്ചു നോക്കിയേ. ദേയുടെ സ്ഥാനത്ത് വില്ലും, വില്ലിൻ്റെ സ്ഥാനത്ത് ദേയും ആക്കി നോക്കിയേ. വിൽ ദേ കം ടുഡേ, എന്ത് കിട്ടി? വിൽ ആദ്യം വന്നാൽ എന്നല്ലേ വരിക. അപ്പോൾ എങ്ങനെ വരും? വിൽ ദേ കം ടുഡേ, അവർ ഇന്ന് വരുമോ? മനസ്സിലായല്ലോ. അപ്പോൾ ദേ വിൽ കം ടുഡേ മീൻസ് അവർ ഇന്ന് വരും. വിൽ ദേ കം ടുഡേ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അവസാനം അല്ലേ. വിൽ ദേ കം ടുഡേ മീൻസ് അവർ ഇന്ന് വരുമോ? അതിന് നമുക്കൊരു മറുപടി കൊടുക്കണം. അതെ, അവർ ഇന്ന് വരും. എങ്ങനെ പറയും? യെസ് ദേ വിൽ കം ടുഡേ എന്ന് വേണ്ട. യെസ് ദേ വിൽ, ഇല്ലെങ്കിൽ എസ് മാത്രം മതി. അല്ലെങ്കിൽ എന്നോട് ചേർത്ത് പറയാം, യെസ് ദേ വിൽ. കമ്മും ടുഡേയും എൻ്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായല്ലോ. ഇനി അവർ ഇന്ന് വരില്ല എന്നാണെങ്കിലോ, നോ ദേ വിൽ നോട്ട്, അല്ലെങ്കിൽ ദേ വോണ്ട്. വില്ലിൻ്റെ എന്ന് പറയില്ലല്ലോ, ദേ വോണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ 2 സെൻറ്റൻസ് കിട്ടിയില്ലേ? ദേ വിൽ കം ടുഡേ, അവർ ഇന്ന് വരും. ദേ വിൽ കം ടുഡേ, അവർ ഇന്ന് വരും. അതൊരു ആൻസറിൻ്റെ ആവശ്യമില്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനൊരു മറുപടിയുടെ ആവശ്യമില്ലല്ലോ. അവരിന്ന് വരും എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു മറുപടിയുടെ ആവശ്യമില്ല. പിന്നെ വിൽ ദേ കം ടുഡേ, അവർ ഇന്ന് വരുമോ? വിൽ ദേ കം ടുഡേ, അവിടെ വിൽ ആദ്യമാവുന്നത്, അതുകൊണ്ട് മലയാളത്തിൻ്റെ അവസാനം ഇന്ന്. വിൽ ദേ കം ടുഡേ, അവർ ഇന്ന് വരുമോ? പോസിറ്റീവ് ആൻസർ വരുമെന്നാണ് പറയേണ്ടതെങ്കിൽ യെസ് ദേ വിൽ, അതെ അവർ ഇന്ന് വരും. ഇല്ലെങ്കിലോ നോ ദേ വിൽ നോട്ട്, ഇല്ല അവർ വരില്ല. മനസ്സിലായി കാണുമല്ലോ. ഇനി അതിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് പോസിറ്റീവ് അല്ലേ. അവരിന്ന് വരില്ല എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിലോ ദേ വിൽ നോട്ട് കം ടുഡേ, അതിലൂടെ മറുപടിയുടെ ആവശ്യമില്ല. ദേ വിൽ നോട്ട് കം ടുഡേ, അവർ ഇന്ന് വരില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുക. ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ നോക്കുക. ഇപ്പോൾ 3 സെൻറ്റൻസ് ഞാൻ പറയാം. ദേ വിൽ കം ടുഡേ, അവർ ഇന്ന് വരും. അവരിന്ന് വരില്ല എന്നാണെങ്കിലോ ദേ വിൽ നോട്ട് കം ടുഡേ, അവർ ഇന്ന് വരില്ല. ഇനി അവർ ഇന്ന് വരുമോ എന്നാണെങ്കിലോ വിൽ ദേ കം ടുഡേ, അവർ ഇന്ന് വരുമോ? പോസിറ്റീവ് ആൻസർ എങ്ങനെ കൊടുക്കും? യെസ് ദേ വിൽ, അതെ അവർ ഇന്ന് വരും. ഇല്ലെങ്കിലോ നോ ദേ വിൽ നോട്ട്, ഇല്ല അവർ ഇന്ന് വരില്ല. മനസ്സിലായില്ല 3 സെൻറ്റൻസും. ഇനി ആദ്യം പറഞ്ഞ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തേത് നെഗറ്റീവാണ്, അത് സ്റ്റേറ്റ്മെൻറ്റിനാണ്, നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. മൂന്നാമത് പറഞ്ഞ സെൻറ്റൻസ് വിൽ ദേ കം ടുഡേ എന്നുള്ളത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇൻറ്ററോഗേഷൻ ചോദ്യം ചെയ്യൽ, ഇൻറ്ററോഗേറ്റ് ചോദ്യം ചെയ്യുക, ഇൻറ്ററോഗേറ്റീവ് ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഉള്ള എന്ന മീനിങ് അഡ്ജക്റ്റീവ് ആണത്.
മനസ്സിലായല്ലോ. അപ്പോൾ ഇൻ്ററോഗേറ്റീവ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് നമ്മൾ എങ്ങനെ വരും? വിൽ ദേ നോട്ട് കം. അത് നമുക്ക് എങ്ങനെ പറയാം? വോണ്ട് ദേ കം ടുഡേ. അവർ ഇന്ന് വരില്ലേ. മനസ്സിലായല്ലോ. വിലിൻ്റെ എന്നുള്ള നമ്മൾ കുറച്ചുകൂടെ സ്പോക്കൺ സ്റ്റൈൽ പറയുമ്പോൾ എങ്ങനെ പറയാം? വോണ്ട്, WON' അല്ലേ? അപ്പോൾ വോണ്ട് ദേ കം ടുഡേ, അവർ ഇന്ന് വരില്ലേ. മനസ്സിലായല്ലോ. വിൽ ദേ കം ടുഡേ, അവർ ഇന്ന് വരുമോ? വോണ്ട് ദേ കം ടുഡേ, അവർ ഇന്ന് വരില്ലേ. ആൻസർ ഇത് തന്നെയാണ്. യെസ് ദേ വിൽ, നോ ദേ വോണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ 4 സെൻറ്റൻസ് കിട്ടിയില്ലേ? എന്തൊക്കെയാണ് കിട്ടിയത്? ദേ വിൽ കം ടുഡേ ഒരു സെൻറ്റൻസ് അല്ലേ, അവർ ഇന്ന് വരും. ദേ വിൽ നോട്ട് കം ടുഡേ രണ്ടുപേര് തന്നെയാണ്. സിംപ്ലി ഫീച്ചറാണ്, ഓർക്കുക. വില്ലിൻ്റെ കൂടെ വിവണ്ണ വന്നിരിക്കുക, കം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുക. മൂന്നാമത്തതോ എന്തായിരുന്നു? വിൽ ദേ കം ടുഡേ. ഒന്നുകൂടെ പറയാം. ദേ വിൽ കം ടുഡേ, അവർ ഇന്ന് വരും. ദേ വിൽ നോട്ട് കം ടുഡേ, അവർ ഇന്ന് വരില്ല. വിൽ ദേ കം ടുഡേ മൂന്നാമത്തെ സെൻറ്റൻസ്, അവർ ഇന്ന് വരുമോ? വോണ്ട് ദേ കം ടുഡേ, അവർ ഇന്ന് വരില്ലേ. അപ്പോൾ 4 സെൻറ്റൻസ് ആയില്ലേ. ഇനി ഒരു സെൻറ്റൻസ് കൂടെ എടുക്കുക. ആ സെൻറ്റൻസ് എന്താണ്? അവർ ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്. ഒന്ന്, ഹൂ വിൽ കം ടുഡേ, ഇന്ന് ആര് വരും? ഹൂ വിൽ കം ടുഡേ, ഇന്ന് ആര് വരും. മനസ്സിലായല്ലോ. ഇനി ഒരു ചോദ്യം കൂടെ കൊടുക്കാമല്ലോ അതിൻ്റെ രൂപത്തിൽ. അങ്ങനെ കൊടുക്കാം. അവർ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചതെന്നാ ഹൂ വിൽ കം ടുഡേ എന്നല്ലേ ചോദിച്ചത് അല്ലേ? ഹൂ വിൽ കം ടുഡേ, ഇന്ന് ആര് വരും. പിന്നെ എന്തോടെ ചോദിക്കാം? ടുഡേ എന്നുള്ളത് ചോദ്യ രൂപത്തിലേക്ക് എടുത്താൽ എങ്ങനെ വരും? വെൻ വിൽ ദേ കം, അവർ എപ്പോൾ വരും. വെൻ മീനിങ് എപ്പോഴെന്നല്ലേ. വെൻ വിൽ ദേ കം. അപ്പോൾ ടുഡേ എന്ന വാക്കിന് വരെ നമ്മൾ എന്ത് ചെയ്തു? എന്ത് വെച്ചു? വെൻ എന്ന വാക്ക് വെച്ചു. വെൻ എപ്പോൾ? ടുഡേ ഇന്ന്. മനസ്സിലായില്ലേ? കണക്ഷൻ ആയില്ലേ? എൻ്റെ ചോദ്യത്തിൻ്റെ ടുഡേയുടെ ചോദ്യരൂപം അല്ലേ? അല്ലെങ്കിൽ ടുമാറോ എന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ ചോദ്യരൂപമായിട്ട് നമുക്ക് വെൻ എന്ന് പറയാമല്ലോ. അയാൾ നാളെ വരും എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോൾ വരും അല്ലെങ്കിൽ എന്ന് വരും എന്ന് ചോദിക്കാം. അത് നമ്മൾ ചോദിക്കുന്ന വാക്ക് എന്താണ്? വെൻ എന്നാണ്. അപ്പോൾ എത്ര സെൻറ്റൻസ് കിട്ടി? 5. 6 സെൻറ്റൻസ് കിട്ടിയാലും നമ്മൾ 5 എണ്ണം കൂട്ടിയാൽ മതി. മനസ്സിലായല്ലോ. ഈ അറിഞ്ഞിരിക്കുക, ഈ 5 സെൻറ്റൻസും അല്ലെങ്കിൽ 6 സെൻറ്റൻസും എന്ത് തന്നെയാണ്? സിമ്പിൾ ഫ്യൂച്ചറാണ്. അപ്പോൾ ദേ വിൽ കം ടുഡേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാത്രമല്ല സിമ്പിൾ ഫ്യൂച്ചർ. ഏത് സിമ്പിൾ ഫ്യൂച്ചറാ? ദേ വിൽ നോട്ട് കം ടുഡേ, അത് സിമ്പിൾ ഫ്യൂച്ചറാണ്. വിൽ ദേ കം ടുഡേ, അതും സിമ്പിൾ ഫ്യൂച്ചറാണ്. വോണ്ട് ദേ കം ടുഡേ, അതും സിമ്പിൾ ഫ്യൂച്ചറാണ്. ഹൂ വിൽ കം ടുഡേ, അതും സിമ്പിൾ ഫ്യൂച്ചറാണ്. വെൻ വിൽ ദേ കം, അതും എന്ത് തന്നെയാണ്? സിമ്പിൾ ഫ്യൂച്ചറാണ്. അപ്പോൾ ഇത് ഇന്ന് ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഇത് സിമ്പിൾ ഫ്യൂച്ചറിൽ മാത്രമല്ല, പാസ്റ്റിൽ വരുമ്പോഴും പ്രസൻറ്റിലേക്ക് വരുമ്പോഴും ഒരു സെൻറ്റൻസിന് എത്ര രൂപമുണ്ട്? 6 രൂപം ഉണ്ടെന്ന് നമ്മളിപ്പോൾ കണ്ടു അല്ലേ? ഈ 6 രൂപ എന്ത് തന്നെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ തന്നെയാണ്. ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് എടുത്താലും എന്ത് ചെയ്യാം? 6 രൂപങ്ങൾ നമുക്കുണ്ടാക്കാം. സിമ്പിൾ പാസ്റ്റ് എടുത്താലും എന്ത് തന്നെയാണ്? 6 രൂപങ്ങൾ ഇതുപോലെ നമുക്ക്, അല്ലെങ്കിൽ 6 സെൻറ്റൻസുകൾ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്നോ സിമ്പിൾ ഫ്യൂച്ചർ എന്നോ സിമ്പിൾ പാസ്റ്റ് എന്നോ പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആ ഒരു സെൻറ്റൻസ് മാത്രമല്ല, വേറെ 5 രൂപങ്ങൾ കൂടെയുണ്ട്. പ്രധാനമായിട്ട് പറഞ്ഞാൽ 4 രൂപങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ ഇത്തരം ഈ രൂപത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ടായില്ല. ഇതിൻ്റെ വേർഡ്, അതിൻ്റെ സെൻറ്റൻസ്, അതിൻ്റെ ഘടന, സ്ട്രക്ചർ മനസ്സിലിരുത്തി നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ആ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുക. മനസ്സിൽ ഇരുത്തി പറഞ്ഞ് കാണാതെ അങ്ങോട്ട് പഠിക്കണമെന്നില്ല. പല പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കാണാതെ പഠിച്ചോളും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത് വളരെ എളുപ്പത്തിലാക്കാൻ സാധിക്കും. അത് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിലേക്കുള്ള, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതിലേക്കുള്ള ഒരു ടിപ്പ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇത് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ഇതിനെക്കുറിച്ച് എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് കിട്ടുന്നതാണ്. തുടർച്ചയായിട്ട് ഒരു 2 മാസത്തോളം ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഫ്ലുവൻ്റായിട്ട്, ഉറപ്പ് തരുന്നു, ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ആ രൂപത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.